ഈ ബജറ്റിലെ ഏറ്റവും ചർച്ചയായ വിഷയങ്ങളിലൊന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന് നിരക്ക് കുറച്ച് നികുതി ഘടന നിശ്ചയിച്ചതിലാണ്. പ്രതിപക്ഷത്തു നിന്നും സ്വന്തം മുന്നണിയിൽ നിന്നും മുഖ്യമന്ത്രി വിമർശനം നേരിട്ടു. പ്രതിപക്ഷം ഒരു പടി കൂടി കടന്ന് അഴിമതി ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. സഭയ്ക്ക് പുറത്ത് ഇടത് യുവജന സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിലുമാണ്. UDF-ൽ ചർച്ച ചെയ്ത ശേഷമേ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ അനുവദിക്കണമോ എന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. ഈ ജൂലൈ 1 മുമ്പ് ബജറ്റ് പാസ്സാകും. അതിനു മുമ്പ് UDF ചേരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. അതായത് UDF മദ്യനയം തീരുമാനിച്ച ശേഷം മാത്രമേ ഈ തീരുമാനം നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ മറുഭാഗത്ത് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള സമരപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത സമരം അതിൻ്റെ വീര്യത്തോടുകൂടി ഇപ്പോൾ നമ്മൾ തെരുവുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ, DYFI ഒക്കെ ഇന്ന് നടത്തിയ സമരം വളരെ ശക്തമായ സമരമാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സമരം നടത്താൻ ഞങ്ങളെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ എന്ന് വീണ്ടും അവർ തെളിയിക്കുക. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വെരി സോറി. എനിക്ക് DYFIയോട് ഉള്ള ഒരു പൂർണ്ണ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് നടന്ന സമരമൊന്നും അത്രയൊരു ഉഷാറുള്ള സമരം. DYFIയുടെ സമരമൊക്കെ നമ്മൾ കണ്ടതല്ലേ. നമ്മൾ ഈ ഒന്നാമതായിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിൽ വീര്യമുള്ള വിഷയമല്ലാത്തതുകൊണ്ടാണോ? അല്ലെന്നേ, അതിൽ കൺഫസീവായിട്ടുള്ള ഒരു പ്രശ്നം ഇവർക്കുണ്ട്. കഴിഞ്ഞ തവണ സ്റ്റാർട്ട് ചെയ്തതല്ലേ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ മാർച്ച് വരെയുള്ള സമയം വരെ ഇവരുടെ ഫയൽ നീങ്ങിയ ഒരു വിഷയത്തിലാണ്. അത് എവിടം വരെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ഇന്ന് സതീശൻ അതിനകത്ത് പറഞ്ഞു. അപ്പോൾ ആ വിഷയം എടുത്തു വെച്ചിട്ട് സമരം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഭയങ്കരമായ സമരമൊന്നും ആവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അത് അവരുടെ കുഴപ്പമാണെന്നില്ല. ജനങ്ങൾക്ക്, ആളുകൾക്ക്, ഇപ്പോൾ യുവാക്കൾക്ക് തന്നെ അതിനകത്ത് അണിചേരാൻ തോന്നുന്ന ഒരു വിഷയമായിട്ട് അത് മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാനമായ പല വിഷയങ്ങളിലും എന്ന് വെച്ചാൽ സ്വകാര്യവൽക്കരണം, ഇപ്പോൾ സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞതാകുന്നു. സ്വകാര്യ നിക്ഷേപത്തെ നല്ല തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി. ഇത് പഴയ പാർട്ടിയുടെ പഴയ യുവജന സംഘടന അല്ല. 10 വർഷം ഭരിച്ചു കഴിഞ്ഞ ഒരു പാർട്ടിയുടെ അതിൽ നിന്ന് പൊടുന്നനെ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഒരു പാർട്ടിയുടെ യുവജന സംഘടനയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തെ ബാക്ക്ലോഗ് മുഴുവൻ അവരെ തലയിൽ കിടക്കുക. അതുകൊണ്ട് ആ വീര്യം എന്നൊക്കെ പറയുന്ന ഒരു പരിധി വരെ മാത്രമാണ് ആ വീര്യം. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ട മുഖം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീര്യം കാണിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം സംഗതിയാണ്. അതാണ് ഇതിനകത്തുള്ള ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ഊർജ്ജമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിലൂടെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് വരിക. അത് യഥാർത്ഥ വിഷയത്തിൻ്റെ മെറിറ്റിലേക്കൊന്നും പിന്നീട് പോകണമെന്നില്ല. ഇന്ന് സംഭവിച്ചു നോക്കൂ. ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ SFI നടത്തിയ സമരത്തിൻ്റെ അവസാനം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കുറേ ബ്ലേഡുകളുമായിട്ട് അവിടെ വന്നിരിക്കുന്നു. എന്തിനാണ് ബ്ലേഡ്? മൂർച്ചയുള്ള സമരം നടത്തി. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ചില ആയുധങ്ങളില്ലേ, എന്തിനാണ് ബ്ലേഡിൽ ചുരുക്കിയത്? ഇതെന്താന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. പോലീസുകാരുമായിട്ടൊരു സംഘർഷം ഉണ്ടാവുകയും പോലീസിനെ പ്രകോപിപ്പിക്കുകയും പോലീസിനെ മുറിവേറ്റു, വനിതാ പോലീസിന് ഉൾപ്പെടെ മുറിവേറ്റുന്നവർ. ഞാൻ പറയുന്നത് ഒരാളുടെ വെയിൻ കട്ട് ചെയ്ത് പോകുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ നിലക്കുള്ള സംഗതിയൊന്നും അല്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു അപകട സാധ്യത വരെ ഉണ്ടാകും. ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സാധനമല്ല. വളരെ അപകടകരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടകരമായി തീരാവുന്ന ഒരു സംഗതിയാണല്ലോ, നമുക്കൊക്കെ അറിയാം. അതുപയോഗിച്ച് അങ്ങനെയൊക്കെ കാണിക്കാൻ എന്താണ് അതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. SFI അവരുടെ സമരരംഗത്ത് അവർ സ്വയം തെളിയിക്കേണ്ടത് മുദ്രാവാക്യങ്ങളിലൂടെയാണ്. എന്ത് മുദ്രാവാക്യമാണ് അവർക്കുള്ളത്? ഏത് തരത്തിലുള്ള കുറിക്കുകൊള്ളുന്ന മുദ്രാവാക്യം അവർക്കുണ്ടോ? എന്ത് കിട്ടി സതീശ എന്നൊക്കെ ചോദിച്ച് DYFI പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടു. തിരിച്ചു ചോദിച്ചില്ലേ കഴിഞ്ഞ ജോണി വാക്കറിന് എന്ത് കിട്ടി എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ആ മുദ്രാവാക്യം ഇല്ലാതായില്ലേ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ഈ സമരങ്ങളൊക്കെ നടത്താതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ട് നടത്തുന്ന സമരങ്ങളെ രൂപത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യമായ ഞാൻ പറയട്ടെ, DYFI SFI ഒക്കെ ഇക്കാലത്ത് നടത്തേണ്ട സമരം നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികളെ മുഴുവൻ ഈ തരത്തിൽ എന്താ പറയുക അവസ്ഥയിലാക്കിയതിനെതിരെയാണ് അതിഭയങ്കരമായ പ്രക്ഷോഭം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത്. അതുണ്ടായില്ല. അത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രകടനങ്ങളിൽ അവസാനിക്കുന്ന സമരമായി മാറി. കേരളത്തിൽ നിന്ന് നടക്കണമായിരുന്നു. കേരളത്തിൽ തിളച്ചു പൊങ്ങേണ്ട ഒരു വിഷയം അതായിരുന്നു. അതൊന്നും നടന്നില്ലല്ലോ. പിന്നെ എന്താണ് ഇവർ ഈ ബ്ലേഡും കൊണ്ട് വന്നിട്ട് ഈ പോലീസുകാരെ കീറി മുറിക്കാമെന്ന് വെച്ചിട്ട് മാത്രം ഈ ഒരു വിഷയത്തിൽ വന്ന് എനിക്കതിനോട് ഒരു യോജിപ്പുമില്ല.
അജിംസ് എന്ത് തോന്നുന്നു, അതായത് ഈ വിഷയത്തിൽ തന്നെ, ഇപ്പം മദ്യത്തിൻ്റെ വിഷയത്തിൽ തന്നെയാണെങ്കിൽ തന്നെ UDF-ൽ അതിനെതിരെ എതിർപ്പ് വരുന്നത് മദ്യം കൂടുതലായി ഒഴുകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മദ്യവർജനമാണല്ലോ അവരുടെ നയം. അതുകൊണ്ടാണ് UDF-ൽ അതിൽ പ്രതിഷേധം വരുന്നത്. പക്ഷേ LDF-ന് അങ്ങനെ ഒരു നയമൊന്നുമില്ല. LDF-ൻ്റെ കാലത്താണ് കൂടുതൽ ബാറുകൾ വന്നത്, കൂടുതൽ ബെവറേജസ് ഔട്ട്ലെറ്റുകളൊക്കെ വന്നത്. അങ്ങനെ ഇരിക്കെ അത്തരമൊരു കാരണമില്ലാതെ ഈ സമരത്തിന് നടത്താൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം ഈ നികുതി ഘടന നിശ്ചയിച്ചു, അത് UDF അറിഞ്ഞില്ല, അങ്ങനെ ചില്ലറ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു സമരത്തിന് വീര്യം കുറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒന്നാമതായി CPM-ൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളെ സമരം ചെയ്യാൻ ആരും പഠിപ്പിക്കേണ്ട. അവർക്കറിയാം എങ്ങനെ സമരം ചെയ്യാവുന്നുള്ളത്. എന്ന് മാത്രമല്ല, അത്ര ഫലപ്രദമായി സമരം ചെയ്യുന്ന ഒരു സമര സംഘടന തന്നെയാണ് CPM-ഉം അതിൻ്റെ മറ്റ് പോഷക സംഘടനകളും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇത്രയും നാളും പൊതുജനം മൊത്തം ഇങ്ങനെ പരിഹാസത്തോടെ കണ്ടുകൊണ്ടിരുന്നത് എവിടെ പോയി DYFI, എവിടെ പോയി SFI എന്നാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്, അവിടെ തെരുവിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏത് സമരവും വിജയകരമാവുന്നു. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആ സമരത്തിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുക എന്നുള്ളത് പോലെയല്ല, ആ സമരത്തെ ജനങ്ങളുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സാധ്യമാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, അത് ഓർഗാനിക് ആകുമ്പോഴാണ്. ഒരു സമരം ഓർഗാനിക് ആവുമെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമുണ്ടാവുക, ആ രോഷത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു സംഘടന വരിക, അങ്ങനെ അത് ജനങ്ങളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് സമരം വിജയിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ട വിഷയം ഇപ്പോൾ ഉണ്ടോ? അതായത് ഒരു സർക്കാർ അധികാരമേറ്റ് ഒരു മാസമായി കഴിയുമ്പോൾ നയപരമായ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. ഇപ്പോഴത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോൾ PM ശ്രീ ആണെങ്കിലും, ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയമാണെങ്കിലും, കരിമണൽ ഖനനമാണെങ്കിലും നയപരമായ അവ്യക്തതകളാണ്. ബജറ്റ് പ്രഖ്യാപനത്തിലുള്ള നയപരമായ അവ്യക്തതകളാണ്. അത് ഇന്ന് നിയമസഭയിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പ്രസ്താവനയിൽ പൂർണ്ണമായും ദുരീകരിച്ചൊന്നുമില്ല. അതിൽ ഇനിയും അവ്യക്തതകളുണ്ട്. ഇനി ഒരു പക്ഷേ UDF-ൽ ഡിസ്കഷൻ നടക്കും. ഖനനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്, പ്ലാൻ ഉണ്ടാവേണ്ടതുണ്ട്, അതിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതൊക്കെ ശരിയാണ്. അത് ഒരു സമരം ചെയ്യാനുള്ള കാരണമാണ്. അത് അത്തരമൊരു രോഷം ഈ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിലുണ്ടോ? ഇല്ല. വിമർശനങ്ങളുണ്ട്, അത് ശരിയാണ്. വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ക്ലാരിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ജനദ്രോഹ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് സമരം ചെയ്യാറായിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മൂക്കാതെ പഴുക്കുക എന്ന് പറയുന്ന പോലെ എന്തോ ഒരു ഓർഗാനിക് അല്ലാത്ത സമരംഗമായി മാറുകയാണ്. ആ സമരം ചെയ്യുന്നവർക്ക് തന്നെ അതൊരു ആത്മാർത്ഥത ഫീൽ ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ ബ്ലേഡൊക്കെ ആയിട്ട് വരേണ്ടി വരുന്നത്. അതർവൈസ് ബ്ലേഡൊന്നും ആയിട്ട് വരേണ്ടവരല്ല. ഒരു സമരം എങ്ങനെ ചെയ്യണം എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ് CPM-ഉം CPM-ൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളും. ഈ ബ്ലേഡ് കൊണ്ടുവരേണ്ടി വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള സമരമല്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നതുകൊണ്ടാണ് അതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതർവൈസ് ഇപ്പോൾ ഒരു സമരം വയലൻ്റ് ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് വയലൻ്റ് ആവുന്നത് പോലും ആ ഉയർത്തുന്ന ഡിമാൻഡിൻ്റെ തീക്ഷ്ണത അനുസരിച്ചാണ്. ഇത് ഇല്ലാത്ത തീക്ഷ്ണത ബ്ലേഡ് വെച്ചുണ്ടാക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞങ്ങളൊന്നും ചെയ്തില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമാണേ, നിയമസഭയിൽ ഞങ്ങൾ കുറച്ച് വീക്കാണ്, ഞങ്ങൾ പുറത്ത് പ്രതിപക്ഷമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇനോർഗാനിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാളിപ്പോകാനാണ് സാധ്യത. പക്ഷേ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള കഴിഞ്ഞ സർക്കാർ സമരങ്ങൾ നേരിട്ട രീതി നമ്മൾ കണ്ടിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ അതുപോലെ തന്നെ ആശാസമരം, സമരങ്ങളെ കളിയാക്കുന്ന രൂപത്തിൽ സംസാരിക്കുക, അങ്ങനെ സമരത്തോടൊന്നും ഒരു വിരക്തി പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ സർക്കാർ. പക്ഷേ അതിൽ നിന്ന് നേരെ തിരിയുകയാണ്. ഇനി ഞങ്ങൾക്ക് സമരം ചെയ്തേ തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള തോന്നലിലേക്ക് CPM എത്തിയിട്ടുണ്ടോ? അത് നേരത്തെ പറഞ്ഞ CPIM എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് പാർട്ടികൾ, അതിൻ്റെ പോഷക സംഘടനകൾ, അതിൻ്റെ എല്ലാം അടിസ്ഥാന മൗലികമായ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ സമരം എന്ന് പറയുന്ന സംഗതിയാണ്. സമര സംഘടനകളവ സമരം ചെയ്തുണ്ടായ പാർട്ടിയാണ്. സമരം ചെയ്തതിന് ശേഷമാണ് ആ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങളൊക്കെയും കൈവരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാന്നുള്ള അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് സമരം ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സമരത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം എന്താണെന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. ഈ സമരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തെരുവിൽ ചെയ്യുന്ന സമരത്തെ, അതിൻ്റെ മുദ്രാവാക്യത്തെ, അതിൻ്റെ ആവശ്യത്തെ നിയമസഭയിൽ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ആ ആവശ്യത്തെ ഈ സമര മുദ്രാവാക്യത്തിൻ്റെ അതേ ആഴത്തിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിനാണ്. അവരവിടെ ഫെയിൽ ചെയ്യുകയും ഇവരിവിടെ ഒച്ച വയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം വളരെ പ്രധാനമാണ്. അതാണ് ഡിസ്കണക്ട്. ഒരു ഡിസ്കണക്ട്. ആൾക്കാർ ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ TV കാണുമ്പോൾ ഒരു ബോക്സിൽ SFIയുടെ തീവ്ര സമരം കാണുന്നു, അപ്പുറത്ത് അങ്ങനെ ദയനീയമായി നിയമസഭയിൽ പരാജയപ്പെടുന്ന പ്രതിപക്ഷത്തെ കാണുകയാണ്. ഇവിടെ SFI സമരം ചെയ്യുന്നത് എന്തിനാണ്? എത്ര രൂപ കൈക്കൂലി കിട്ടി സതീശൻ ചോദിച്ചിട്ടാണ്. അതേ ഒരു സിനാരിയോ മുൻ സർക്കാരിൻ്റെ അടുത്ത് വെച്ചിട്ട് സതീശൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതിനെത്ര കൈക്കൂലി കിട്ടി? ആ ആൻസർ പൂരിപ്പിക്കാൻ ലെഫ്റ്റിന് പറ്റുമ്പോഴാണ് ഈ സമരവും അതിൻ്റെ റൂട്ട് പക്കയാവുക. ഈ ഡിസ്കണക്റ്റ് അവിടെ കിടക്കുകയാണ് എന്ന് SFI കാണേണ്ട കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്തതുകൊണ്ട് മാത്രം, ഒരു സമരം എന്ന് പറയുന്ന വിഷ്വൽ കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു സംഗതി ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾക്കത് മനസ്സിലാവണം, ഇത് ആവശ്യമുള്ള സമരമാണ്. ആശാസമരത്തിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുകയും ആശാസമരത്തെ തള്ളിപ്പറഞ്ഞ് ലെഫ്റ്റിനെ ജനം തള്ളുകയും ചെയ്തുകൊണ്ടാണ് ആശാസമരം ഒരു വേണ്ട കാര്യമാണ്, ഒരു അടിത്തട്ട് മനുഷ്യരുടെ ജീവിത സന്ധാരണ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിനെ ജനം തള്ളുകയും അതിൻ്റെ പേരിൽ പിണറായി വിജയൻ്റെ മുന്നണിയെ തോൽപ്പിക്കുകയും ചെയ്തതിനാണ്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 1.5 കോടി രൂപയുടെ ബസ്സിൽ ഈ സംസ്ഥാനം വലിയ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ പോലും റീഫിൽ ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്ത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും 1.5 കോടിയുടെ ഒരു ബസ്സിൽ കേരളം മുഴുവൻ ചുറ്റുന്ന പരിപാടി വേണ്ടാത്ത ഒന്നാണെന്ന് ജനം വിചാരിച്ചു. ആ ജനവിചാരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സമരമായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരം. ആ സമരത്തെ തല്ലി ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചെന്നാണ് ദയനീയമായ പരാജയം അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. രക്ഷാപ്രവർത്തനമാണ് എന്നെ MLA ആക്കിയെന്ന് എഡി തോമസ് നിയമസഭയിലും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന സമരം, നേരത്തെ അജിംസ് പറഞ്ഞത് കറക്റ്റാണ്, ജനങ്ങൾക്ക് ഈ സമരം നമുക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് തോന്നണം, ലോജിക്കലായിട്ടുള്ള കാര്യമാണല്ലോ ഇവർ ഉന്നയിക്കുന്നതെന്ന് തോന്നണം. ആ ഉന്നയിക്കുന്ന തെരുവിലെ നിയമസഭയ്ക്കകത്ത് കടക്കാൻ കഴിയാത്തവരാണ് SFIക്കാർ. ആ നിയമസഭയ്ക്കകത്തേക്ക് കടക്കാൻ കഴിയുന്ന പിണറായി വിജയനും അടക്കമുള്ള KN ബാലഗോപാൽ അടക്കമുള്ള മുഹമ്മദ് റിയാസ് അടക്കമുള്ള സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ, അവർക്ക് അത് അവിടെ പ്രതിഫലിപ്പിക്കാനും വിജയിപ്പിക്കാനും കഴിയണം. ഈ ചോദ്യത്തിന് മുന്നിൽ ഇവിടെ SFIക്കാർ തെരുവിൽ ചോദിക്കുന്ന ചോദ്യം പിണറായി വിജയൻ സഭയിൽ ചോദിക്കുന്നു, അതിന് ഉത്തരം പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഫീൽ ഉണ്ടാക്കാൻ പറ്റണം. ഇവിടെ അത് കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. രണ്ടാമതെന്ന് വെച്ചാൽ SFIയുടെ സമരത്തെ ജനങ്ങൾക്ക് മിസ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. PM ശ്രീ വിഷയത്തിൽ ഒച്ചവെച്ചത് ആരാണ്? CPIക്കാരാണ് ഒച്ചവെച്ചത്. SFI ഒച്ചവെക്കേണ്ടതല്ലേ? SFI കർശനമായ നിലപാട് സ്വീകരിച്ച പോകേണ്ടതല്ലേ? SFIക്ക് നേരത്തെ കടുത്ത വിരുദ്ധ നിലപാടുണ്ടായിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഏതാണ്? വിദേശ സർവകലാശാലകളെ കേരളത്തിൽ അനുവദിക്കുക. SFIയുടെ നയം മാറിയതായി നമുക്കിപ്പോഴും അറിയില്ല. SFIക്ക് അടുത്ത സമരത്തിലായിരുന്നു. അത് ശുപാർശ ചെയ്ത പഠിക്കാൻ ഉണ്ടായിരുന്ന കമ്മിറ്റിയുടെ ചെയർമാനായ TP ശ്രീനിവാസന്റെ മുഖത്ത് തല്ലി എന്നുള്ള വിവാദം SFIയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ്. ആ വിഷയത്തിൽ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വേറെ ഒരു നിലപാട് സ്വീകരിച്ചു. SFI മിണ്ടിയോ? ഇല്ല. SFI പിന്നെയും സ്കൂളുകളിലെ വലിയ തോതിലുള്ള മതവിവേചന വാർത്തകൾ പുറത്തു വരികയും കേരളം അതിന് പുറത്തൊരു ഒരാഴ്ചയോളം കത്തി നിൽക്കുകയും ചെയ്തു. പല ആളുകളും അത് മുതലെടുക്കാൻ വന്നു. SFI പൊസിഷൻ എടുത്ത് കണ്ടോ? SFI പൊസിഷൻ എടുക്കാൻ വെച്ചാൽ SFI അതിനകത്തൊരു ഇതുപോലെ സമരരൂപമായി മാറുന്ന നമ്മൾ കണ്ടോ? അപ്പോൾ ആളുകൾ SFI 10 വർഷക്കാലം നിശബ്ദമായിരുന്നല്ലോ എന്ന ഓർമ്മയിൽ നിൽക്കുകയാണ്. അത് മറന്നു പോകാൻ ടൈമായിട്ടില്ല. അപ്പോഴേ ചാടിക്കറി ഇറങ്ങരുതെന്ന് ഞാൻ പറയാം. അത് അത്ര ബുദ്ധിപരമായ നീക്കമല്ല. കാരണം നിങ്ങൾ ഇന്ന PM ശ്രീ വിഷയത്തിൽ നിങ്ങൾ സ്ട്രൈക്ക് എടുത്തിട്ടില്ല, നിങ്ങൾ ഹിജാബ് വിഷയത്തിൽ നിങ്ങൾ സ്ട്രൈക്ക് എടുത്തിട്ടില്ല, നിങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഉന്നത വിദേശ സർവകലാശാല വിഷയത്തിൽ നിങ്ങൾ സ്ട്രൈക്ക് എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ സ്ട്രൈക്ക് ആർക്ക് വേണ്ടിയാണെന്ന് ഞാൻ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരവില്ലാത്തത്തോളം കാലം ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, പിണറായി വിജയൻ്റെ മകളുടെ വീട് റെഡി ചെയ്യുമ്പോൾ അവിടെ ബഹളം വയ്ക്കാനും അവിടെ കുറച്ച് അതിക്രമം കാണിക്കാനും ഒക്കെ കുറച്ച് കോമ്രേഡ്സിനെ കിട്ടും. അത് ആ പാർട്ടിയുടെ എപ്പോഴും നിൽക്കുന്ന കൂടെ എന്തിനും നിൽക്കുന്ന ആൾക്കാരുണ്ടോ? അത് SFI സമരത്തിലും DYFI സമരത്തിലും എല്ലാം കിട്ടും. പക്ഷെ അത് ഞങ്ങളുടെ മൊത്തം ജനസഞ്ചയത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്, മൊത്തം പാർട്ടിക്കാരുടെയും പാർട്ടി സപ്പോർട്ടേഴ്സിൻ്റെയും റെപ്രസെൻറ്റേഷനാണ് എന്നവർ വിചാരിക്കാൻ പാടില്ല. ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി ആഴമുള്ള കാരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ്. കുറച്ചുകൂടി അനുകൂല കാലാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പോഴും ജനങ്ങൾ പൂർണ്ണമായിട്ടും ആ മൂഡിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, എക്സിറ്റ് അടിച്ചിട്ടില്ല. ആ മൂഡിൽ നിൽക്കുകയാണ്. CPM-നെ തോൽപ്പിച്ച മൂഡിലാണ് ഇപ്പോഴും കേരളം പാതി നിൽക്കുന്നത്. ആ മൂഡ് നിലനിർത്താൻ വേണ്ടിയാണ് ഇന്നലെ പറഞ്ഞ പോലെ പല കേസുകളും, ഇപ്പോൾ കാഫർ സ്ക്രീൻഷോട്ട് കേസ് വരുന്നു, ഗൺമാന്മാരുടെ കേസ് വരുന്നു, കേരളയിൽ റദ്ദാക്കുന്നു, ഇങ്ങനെ പല സംഗതികളും വീണ്ടും സർക്കാർ എന്തിനാണ് കൊണ്ടുവരുന്നത്? എന്തിനാണ്? ആ മൂഡ് നിലനിർത്താൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, ഈ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന വിഷയങ്ങളിലും അവർക്കൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളെ വിമർശിക്കാൻ പോയാൽ അതിനകത്തെല്ലാം PM ശ്രീ അവർക്കൊരു കണക്ഷനുള്ള വിഷയമാണ്. അതേ അവർ കുഴപ്പത്തിൽ നിന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കരിമണലിൻ്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ മദ്യത്തിൻ്റെ കാര്യം എടുത്താലും എല്ലാം അവർക്ക് തൊട്ടടുത്ത ഒരു പിൻചരിത്രം കിടക്കുകയാണ്. സോ ഞാൻ പറയുന്നത് SFI അവർ ഹാവ് ടു വെയിറ്റ്, കുറച്ച് സമയം കാത്തിരിക്കുകയും നല്ല വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ അതുമാത്രമല്ല, SFIയെ സംബന്ധിച്ചു ആ സംഘടന കുറച്ചുകൂടി ഇടയിൽ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ DMK ആയാലും കേരളത്തിലെ CPM ആയാലും ഒക്കെ നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും അവർക്ക് പുതിയ തലമുറയായിട്ട് നഷ്ടപ്പെട്ട ഡിസ്കണക്റ്റാണ്. ആ ഏരിയയിൽ വർക്ക് ചെയ്യേണ്ട പ്രധാന ഓർഗനൈസേഷനാണ് SFI. നഷ്ടപ്പെട്ടു. ഇപ്പോൾ DMK ഒക്കെ അവിടെ ജെൻസി കണക്ട് എന്ന് പറഞ്ഞ പ്രത്യേക പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു ഈ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊരു കുറച്ചുകൂടി ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കുന്ന അത്തരം ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നുള്ളതിൽ ഇപ്പോൾ കേന്ദ്രീകരിക്കണമെന്നാണ് ഞാൻ പറയാം. SFIയെ നമ്മളിത് പറഞ്ഞ് ഉപദേശിക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം. പക്ഷേ ആളുകൾക്കിടയിൽ പല കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുണ്ട്, പല വിഷയങ്ങൾക്ക് ഇടപെടാനുണ്ട്. ഇപ്പോൾ ഒരു അഗ്രസീവ് സമരത്തിലേക്ക് പോകുന്നതിന് പകരം കുറച്ചുകൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ പരിപാടികൾ, വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപെടുക, അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക, പുതിയ തലമുറക്കിടയിലേക്ക് ഇവർ കൊള്ളാം എന്നൊരു ഫീൽ ഉണ്ടാക്കുക. ആ സമയം, അതിനാണ് ഇപ്പോൾ സമയം വിനിയോഗിക്കേണ്ടത്. മറ്റേ മൂഡ് മാറിയിട്ട് ഇവരുടെ ടൈം വരും, അപ്പോൾ റോഡിലേക്ക് ഇറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം.
യെസ്, ഒരുപക്ഷെ കാലങ്ങളായുള്ള ഒരു രീതിയാണ് നിയമസഭ നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്ത് ആരായിരുന്നാലും അവർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ കൊണ്ട് സമരം നടത്തുക, ആ സമരത്തിലെ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുക, സമരത്തിലുണ്ടാകുന്ന പോലീസ് അതിക്രമത്തെ സഭയിൽ ശക്തമായി ഉന്നയിക്കുക എന്നതൊക്കെ കാലങ്ങളായുള്ള രീതിയാണ്. ആ പരമ്പരാഗത രീതി ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.